ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കരാട്ടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോസിനകത്ത് നമ്മളൊരു ട്യൂട്ടോറിയലല്ല, കരാട്ടെ ട്യൂട്ടോറിയലല്ല. ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കണ്ടില്ലേ ഗവൺമെൻറ് യു പി സ്കൂള്, അതായത് മുണ്ടോത്തുപറമ്പ് കുഴിപ്പുറം സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കുട്ടികളുടെ കലാപരിപാടികളാണ്, മീൻസ് ഒരുപാട് പ്രോഗ്രാമാണ്. അതിൽ നമ്മളെ കരാട്ടെ സ്റ്റുഡൻസും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് വൈകാതെ നമുക്ക് ആ കുട്ടികളുടെ പെർഫോമൻസ് വീഡിയോസിലേക്ക് കയറാം.
നമ്മളെ മുണ്ടോത്ത് അറബി സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, എന്തായാലും നമ്മളെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾ വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഈ നമ്മുടെ കുട്ടികളുടെ അതുപോലെ തന്നെ നമ്മുടെ പി ടി ഉണ്ട്, എം ടി ഉണ്ട്, നമ്മുടെ ഈ സ്കൂളിന്റെ HM ഉണ്ട്, ഇവരോടൊക്കെ നമുക്ക് കരാട്ടിനെ കുറിച്ച് നമുക്ക് കരാട്ടെ നമ്മൾ ഇവിടെ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളുള്ള ഒരു അവസ്ഥകളും നമുക്ക് കുട്ടികളോടും അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ പിന്നെ അധ്യാപകര് അതുപോലെ തന്നെ PTA ഇവരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അഭിപ്രായങ്ങൾ ചോദിക്കാം. എന്തായാലും നമ്മുടെ സ്കൂളിലെ നമ്മുടെ HM ആണ് നിൽക്കുന്നത്. HM-നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്, നമുക്ക് കരാട്ടിനെ കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് HM-നോട് ചോദിക്കാം. എന്തൊക്കെയാണ്? താങ്ക് യു. നമ്മുടെ സ്കൂളിൽ ഗേൾസിനുള്ള മാർഷൽ ആർട്സ് എന്ന രീതിയിൽ കരാട്ടെ നമ്മൾ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഈ നാട്ടിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ് അതിന് കാരണവും. പെൺകുട്ടികൾ നേരിടുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും സ്വയരക്ഷയ്ക്ക് അവരെങ്ങനെ പ്രാപ്തരാക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഒരു കരാട്ടെ ക്ലാസ് അവർക്ക് വേണ്ടി തുടങ്ങുക എന്നുള്ളത് ആലോചിച്ചത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ നിങ്ങളുടെ ടീമിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് 2 മാസത്തിൽ അധികമായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. കുട്ടികൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. ഒപ്പം അവർക്ക് കായികപരമായി ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നത് വഴി കായികപരമായിട്ട് അവർ കുറച്ചുകൂടി മെച്ചപ്പെടുന്നു. ഭക്ഷണത്തിലും മറ്റു കാര്യങ്ങളിലും കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരായിട്ട് നമ്മുടെ മക്കൾ മാറുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇതൊരു നല്ല ഭാവി ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ എന്തായാലും വളരെയധികം സന്തോഷം, നന്ദി. ഓക്കെ, നമുക്ക് പിന്നെ അതുപോലെ തന്നെ നമുക്ക് PTA പ്രസിഡന്റ് ഷെരീഫ് കണ്ട് നമ്മളെ കൂടെ, നമ്മൾ ഇതിനെ അങ്ങേയറ്റം പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ മൂപ്പരോട് നമുക്ക് എന്ത് ചെയ്യാണ് ഇതിനെക്കുറിച്ച് നമ്മളെ കരാട്ടെ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് പിന്നെ നമ്മളെ ഈ ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ ഈ ക്ലാസ് തുടങ്ങാനുള്ള കാരണം നമ്മുടെ ടീച്ചറെ അതിനെക്കുറിച്ച് ഇവിടെ ഒരുപാട് സംസാരിക്കുകയുണ്ടായി. കൂടുതലും അതിനെക്കുറിച്ച് പറയാം. പക്ഷെ എന്നാലും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇതിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളും അവർക്കുള്ളൊരു ധൈര്യങ്ങളും വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇതൊരു ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു പ്രാധാന്യം. PTA ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാ സംഗതികൾക്കും ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഇതിന് നൽകുന്നുണ്ട്. ഏതായിരുന്നാലും ഒരുപാട് സംഗതികൾ ഞങ്ങൾ സ്കൂളിൽ PTA നൽകി SMC PTA കൂടി ടീച്ചേഴ്സുമായി കൂടി ആലോചിച്ച് ഒരുപാട് പുതുമകൾ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽപ്പെട്ടത് ഞങ്ങളൊരു കൃഷി ഞങ്ങളിവിടെ നടത്തി, സ്കൂളിൽ മൊത്തമായിട്ട് കൃഷി ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ഫുട്ബോൾ അക്കാദമിയായിട്ടൊരു ക്ലബ്ബ് തന്നെ ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പഠനത്തിലും USSന്റെ കാര്യത്തിലും മറ്റുള്ള എല്ലാ കാര്യത്തിലും ഞങ്ങൾ മുൻപന്തിയിൽ നിൽക്കണമെന്ന്, സ്പോർട്സ് മറ്റുള്ള കാര്യത്തിലൊക്കെ ഈ സ്കൂളിൽ അറിയപ്പെട്ടൊരു സ്കൂളാക്കി മാറ്റണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമുണ്ട്. അത് നടപ്പിലാക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം. അതിൽ ഭാഗമായിട്ട് തന്നെ ഞങ്ങളൊരു കരാട്ട ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. അതും ഉഷാറായിട്ട് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദിയും കൂടി അറിയിക്കുകയാണ്. ഓക്കെ ഷെരീഫ് ക, വളരെയധികം സന്തോഷം. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഈ ഇത്രയും PTA അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ എന്താണ് പിന്നെ അധ്യാപകരൊക്കെ ഞങ്ങളോട് വളരെയധികം പിന്നെ സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ഈ കുട്ടികളെ മാർഷൽ ആർട്സ് പഠിപ്പിച്ച് ഒരു സെൽഫ് ഡിഫൻസ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പൂർണ്ണ ഞങ്ങളെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും സപ്പോർട്ടാണ്. എന്തായാലും നമുക്ക് PTA നമുക്ക് മറ്റൊരു വൈസ് ചെയർമാനെ നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ഈ കരാട്ടെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം? നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും ഒരു ഗ്രാമീണ മേഖലയിലുള്ള സ്കൂളാണ്. അപ്പോൾ താഴെത്തട്ടിലുള്ള കുട്ടികൾക്ക് ഇതിനുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രയാസം. അപ്പോൾ അത് എങ്ങനെ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ PTA-യും SMC-യും അതുപോലെ തന്നെ അധ്യാപകരൊക്കെ കൃത്യമായിട്ട് ഫോളോ അപ്പ് നടത്തുന്നത്. അപ്പോൾ അതിലുള്ള അവസരങ്ങൾ ഒരുക്കുക, അവർക്ക് അതിനുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന ഈ ഓരോ സ്റ്റെപ്പായിട്ടുള്ള വളർച്ചയിൽ അതിൽ പ്രധാനപ്പെട്ടത് ഈ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു ധൈര്യം നൽകുന്നതിന് വേണ്ടിയാണ് ഈ പെൺകുട്ടികൾക്ക് നമ്മൾ ഈ മാർഷൽ ആർട്സ് വിഭാഗത്തിൽപ്പെട്ടുള്ള കരാട്ടെ പരിശീലനം നൽകുന്നത്. തീർച്ചയായിട്ടും അവർക്കത് ഭാവിയിൽ ഉതകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇതൊരു തുടർച്ചയായിട്ട് ഭാവിയിൽ ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് PTA ആലോചിക്കുന്നത്. വളരെ നല്ല ഒരു പരിപാടിയാണ്. ഓക്കെ വളരെയധികം സന്തോഷം, അതുപോലെ തന്നെ നന്ദി. ആയിക്കോട്ടെ, നമ്മുടെ മറ്റൊരു നമ്മുടെ PTA-ന്റെ ഉബൈദ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ PTA-ല് വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ കരാട്ടിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് നിങ്ങളെ ഒരു അഭിപ്രായം? ഈ കരാട്ടെ ക്ലാസ് നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്നതിന്റെ അഭിപ്രായം, താങ്കളുടെ അഭിപ്രായം എന്താണ്? നമസ്കാരം. നമ്മുടെ SMC വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ ഒരു ഗ്രാമീണ മേഖലയിലുള്ള സ്കൂള് ആണ് എന്ന നിലയ്ക്ക് തന്നെ ഗവൺമെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലക്കും പ്രൈവറ്റ് സ്കൂളുകളിൽ ലഭിക്കാവുന്ന അധിക ഫെസിലിറ്റികളോടും കൂടിയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ PTA ആൻഡ് SMC കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കായിക മേളകളിലും അതുപോലെ തന്നെ കുട്ടികളെ കാർഷിക രംഗത്തേക്കും എല്ലാത്തിനും ഉപരി അവരെ ശാരീരികമായി അവരെ പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഇതുപോലത്തെ പല വ്യത്യസ്തമായ
പദ്ധതികളുമായി PTA SMC അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് പറഞ്ഞ പോലെ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് ഇതിനാവശ്യമാണ്. അതുപോലെ തന്നെ വരും കാലങ്ങളിലും ഇതുപോലത്തെ പുതുമകളുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ താങ്ക് യു സാർ. നമുക്ക് ഈ കുട്ടികളെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഇവരൊരു മാർഷൽ ആർട്സ് മാത്രമല്ല, ഇവര് പിന്നെ കലാപരമായിട്ട് പാട്ട് പാടാനും അതുപോലെ തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ടീം, യോഗ, പല സംഗതികളിലാണ്. നമുക്ക് ആരാണ് ഇതിൽ പാട്ട് പാടാൻ തയ്യാറുള്ളത്? ആർക്കെങ്കിലും ഒന്ന് വരാം, ഒന്ന് മുന്നോട്ട് വരാം. ഓക്കെ നമുക്ക് പിന്നെ നല്ലൊരു പിന്നെ എന്താ ചെയ്യാ നമ്മൾ പാട്ട് നമുക്ക് ആസ്വദിക്കാം. കാരണം കരാട്ടെ മാത്രമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. ഓക്കെ. GUPS മുണ്ടോത്തു പറമ്പെന്ന് ഉയരങ്ങളിലായി തുകയാണ്. കൃഷിയിൽ മുന്നിലാണ്, ശാസ്ത്രമേളിൽ മേലെ, സ്പോർട്സിൽ ആർട്സിൽ ഫുട്ബോളിൽ വൻ പ്രകടനമായി. GUPS മുണ്ടോത്തു പറമ്പ സ്കൂളെന്നും ഉയരങ്ങളിലായി തുകയാണ്. ഉയരട്ടെ സ്കൂൾ ഉയരട്ടെ, GUPS മുണ്ടോത്തു പറമ്പ. കരാട്ടെ ക്ലാസ്, വോളിബോൾ കോട്ടറ്, ഷട്ടിൽ കോട്ടറുണ്ട്. സയൻസ് ലാബ്, ലൈബ്രറി, IT മേളയുമായി GUPS മുണ്ടോത്തു പറമ്പ മുന്നിലാണ്. ഉയരട്ടെ സ്കൂൾ ഉയരട്ടെ, GUPS മുണ്ടോത്തു പറമ്പ. താങ്ക് യു. പേരെന്താണ്? നെജില. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്. ഓക്കെ, വളരെയധികം സന്തോഷം. ഇനി ആർക്കാ പാട്ട് പാടാൻ പറ്റുക? ഓക്കെ, താങ്ക് യു. ഇനി ആർക്കാണ് പാട്ട് പാടാൻ പറ്റുക? ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഒരു രക്ഷിതാവുണ്ട്, നമ്മളെ കരാട്ടെ പിന്നെന്താണ് പഠിക്കുന്ന ഒരു രക്ഷിതാവുണ്ട്. ഈ രക്ഷിതാവിന്റെ മകള് ഇതാ. എന്താണ് പേരെന്താണ്? ഫാത്തിമ ഷിബാസൻ. യെസ്, വെരി ഗുഡ്, നല്ല പേരാണല്ലോ. എന്താണ് ഉപ്പാന്റെ പേരെന്താണ്? ഷറഫുദ്ദീൻ അല്ലെ. നമ്മുടെ ഒരു രക്ഷിതാവിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. നമസ്കാരം. ആദ്യമായിട്ട് ഇവിടുത്തെ PTA ഭാരവാഹികളോടും അതുപോലെ തന്നെ ഇവിടെ അച്ഛമ്മനോടും തീർത്താൽ തീരാത്ത കടപ്പാടാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കാലഘട്ടം നമ്മൾ ഡെയിലി പേപ്പർ എടുത്ത് നോക്കുമ്പോഴും വാർത്താവിനിമയത്തെ നമ്മൾ കാണുന്നത് മാനസികമായിട്ട് വളരെ നമുക്ക് എല്ലാവർക്കും വിഷമാക്കുന്ന കാര്യങ്ങളാണ്. 4 വയസ്സ്, 10 വയസ്സ്, 5 വയസ്സ്, 3 വയസ്സായ കുട്ടികളെ പീഡിപ്പിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഇത് ഇവിടെ സ്കൂളിൽ കരാട്ട കുട്ടികൾക്ക് കൊടുത്തതിൽ ഞാൻ രക്ഷിതാവ് എന്ന നിലയ്ക്ക് വളരെയധികം അഭിമാനിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളെ ഇങ്ങനത്തെ പോലത്തെ സാറുമാർ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഒന്നും നോക്കേണ്ട ആവശ്യം തന്നെയില്ല. നമുക്കൊക്കെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണത്. അതായത് ഞാനും ഉബൈദ്, ശരീഫ്, മധു സാറ് ഞങ്ങളെല്ലാവരും ഇവിടെ സ്കൂളിൽ പഠിച്ചതാണ്. അന്നൊന്നും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളില്ലേനു. ഇപ്പോൾ ഞാൻ വളരെയധികം അഭിമാനിക്കുകയാണ്. എൻ്റെ മകളാണിത്. ഇവള് കരാട്ടയ്ക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഇവളെ താഴെ ഒരു കുട്ടിയും കൂടി ഉണ്ട്. ഇൻഷാ അല്ലാ അവളെയും ഞങ്ങൾ ഇൻഷാ അല്ലാ ഇതിൽ ചേർക്കും. ഇത് എത്രത്തോളം കാലം നീണ്ടു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം കാലം ഞങ്ങളെല്ലാവരും ഇതിൽ ഇൻഷാ അല്ലാ ഒരു ഭാരവാക്കായിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഇവിടുത്തെ HMനോടും അതുപോലെ തന്നെ ഇവിടുത്തെ സാറുമാരോടും ഇവിടുത്തെ PTA-നോടും MTA-നോടും അതുപോലെ തന്നെ ഇതിൻ്റെ തൈക്കോണ്ട സാറിനോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മളെ MTA പ്രസിഡന്റ് ഉണ്ട് ഇവിടെ. നമുക്ക് അഭിപ്രായം ചോദിക്കാം. കാരണം എന്താ, നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ്. കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കാണ് നമ്മളിവിടെ സെൽഫ് ഡിഫൻസ് കൊടുക്കുന്നത്. എൻ്റെ വൈഫ് അടക്കി ഇതിലാണ് ട്രെയിനർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ MTA പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്ലാസ്സിലും പിന്നെ കഴിയുന്നത് വരെ ഞങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. വളരെ നല്ല അഭിപ്രായമാണ് ക്ലാസ്സിനെ പറ്റിയിട്ട്. ഞാൻ ചിന്തിച്ചിരുന്നു എൻ്റെ മകളെ ഇങ്ങനെ ഒരു ക്ലാസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാന്ന്. പക്ഷേ ഈ സ്കൂളിൽ തന്നെ വന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഓക്കെ, എല്ലാവരും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പബ്ലിക്കുമായിട്ടുള്ള പരിപാടിയിൽ നമുക്ക് എന്താണ് ഇവർക്ക് ഇനിയിപ്പോൾ പായസം സംഗതികളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പല കുട്ടികളും പിന്നെ കണ്ടില്ലേ
അവിടെ കണ്ടില്ല, കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവർക്കൊക്കെ നമുക്ക് ആ പായസത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട്. ഓക്കെ, നമ്മളെ വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, വീഡിയോസ് കൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ ആളുകൾക്കും നന്ദിയും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.